കാസർഗോഡിൽ പ്രതിഫലിക്കും വിധത്തിലുള്ള കോർപ്പറേഷൻ മേയർ എന്ന സംഭവങ്ങൾ UDF-ന് ഉത്തരിയിൽ അധികാരത്തിലെത്തിയത് എന്ന് ചിന്തിക്കും വിധത്തിൽ മേയർ സ്ഥാനത്തേക്ക് BJP-ക്കാണ് വോട്ട് ചെയ്തത്. 3 പേർ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും 2 തവണ വോട്ടെടുപ്പ് വേണ്ടി വരും. ആദ്യഘട്ട വോട്ടെടുപ്പിൽ ആർക്കാണോ ഭൂരിപക്ഷം വോട്ടുകൾ കിട്ടുന്ന 2 കക്ഷികൾ അഥവാ 2 സ്ഥാനാർത്ഥികൾ അവരെ വീണ്ടും തെരഞ്ഞെടുപ്പിന് വേണ്ടി വിളിക്കുകയും ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയ ആളെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുക എന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമം അനുസരിച്ച് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം BJP-ക്കാണ് വോട്ട് ചെയ്തത്. ആദ്യഘട്ട വോട്ടെടുപ്പാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും വോട്ട് കുറഞ്ഞ ആളെയാണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്. ഏറ്റവും വോട്ട് കുറഞ്ഞ ആളായി തന്റെ പാർട്ടിയിൽപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മാറ്റണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആ വോട്ട് രേഖപ്പെടുത്തിയത്. ഒരു സാധാരണയാൾ വോട്ട് ചെയ്യുന്നതല്ല, ജനങ്ങൾ തെരഞ്ഞെടുത്ത കൗൺസിലർ വോട്ട് ചെയ്യുന്നതാണ്. തൃശ്ശൂരിലാണെങ്കിൽ പെയ്ഡ് മേയറാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തത്. അത് പറയുന്നത് ഇടതുപക്ഷമല്ല, അത് പറയുന്നത് കോൺഗ്രസ്സുകാരിയായ ലാലി ജെയിംസാണ്. ലാലി ജെയിംസിന് സൂട്ട്കേസുമായി ഡൽഹിയിൽ പോകാൻ പണമില്ലാത്തതിനാൽ പോയില്ലെന്നും സൂട്ട്കേസുമായി ആ പെട്ടി നിറയെ പണവുമായി ഡൽഹിയിൽ പോയി അത് കാഴ്ചവെക്കേണ്ടവർക്ക് പെൻഷൻ കൈക്കൂലിയാണെന്ന് പറയുന്നയാള് കൈക്കൂലി വാങ്ങുന്നയാളാണെന്ന് തെളിയിച്ചുകൊണ്ട് ലാലി ജെയിംസിന് പകരം നിധി പെരുന്നാളായാൽ എല്ലാവരുടെയും കൂട്ടായ്മയുടെ ആഘോഷമാണ്. തീർച്ചയായും സ്നേഹമെന്ന ഒരു വാചകമേ ഇല്ല. അത് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് നാം ഈ നാട്ടിൽ ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നോക്കൂ, നിങ്ങൾ ഈ കേരളം കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധത്താൽ പ്രയാസപ്പെടുന്നു. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്ര സർക്കാർ നൽകുന്നില്ല.